മാസങ്ങൾ പിന്നിടുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം. കനത്ത നാശമാണ് യുദ്ധത്തിൽ യുക്രൈൻ നേരിട്ടത്. യുദ്ധത്തിൻ്റെ പേരിൽ റഷ്യയും പ്രസിഡന്റ് പുടിനും ഏറെ പഴികേൽക്കുകയും ചെയ്തു. യുദ്ധവെറിയൻ എന്നുവരെ പുടിനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് ലോകം. അതിനിടയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നു. റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധത്തിന് ഒത്താശ ചെയ്തത് ചൈനയാണെന്നാണ് വെളിപ്പെടുത്തൽ. ചൈനയെ കുറ്റപ്പെടുത്തുന്നത് നാറ്റോ സഖ്യമാണ്. ബുധനാഴ്ച US വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോയുടെ 75ാം വാർഷിക ഉച്ചകോടിയിലാണ് ചൈനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. നാറ്റോ ആദ്യമായാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചൈനയ്ക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിക്കുന്നത്. യുക്രൈനെതിരായ റഷ്യൻ ആക്രമണങ്ങളിൽ ചൈന നിർണായക ശക്തിയാണ്. ആയുധങ്ങളും സാങ്കേതിക വിദ്യയും കയറ്റുമതി ചെയ്യുന്നതിൽ നിന്നും ചൈനയെ തടയണം നാറ്റോ ആവശ്യപ്പെട്ടു. നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗാണ് പ്രസ്താവന അവതരിപ്പിച്ചത്. 38 രാജ്യങ്ങൾ പ്രസ്താവന അംഗീകരിച്ചു. ബെയ്ജിങ്ങിലെ ആണവായുധ ശേഖരവും ബഹിരാകാശ ശക്തിയും ആശങ്കാജനകമാണെന്ന് പ്രസ്താവനയിൽ നാറ്റോ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധത്തിന് നൽകുന്ന എല്ലാ പിന്തുണയും അവസാനിപ്പിക്കണമെന്നും ചൈനയോട് നാറ്റോ ആവശ്യപ്പെട്ടു. 2019 കൂടിക്കാഴ്ചയിൽ ചൈന ഭീഷണിയാകുമെന്ന നിരീക്ഷണം നാറ്റോ നടത്തിയിരുന്നു. എന്നാൽ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നത് ആദ്യമായാണ്. റഷ്യയ്ക്ക് ചൈന നൽകി വരുന്ന സായുധ പിന്തുണയെ നാറ്റോ അപലപിച്ചു. റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണ തുടർന്നാൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയെ വിലക്കേണ്ടി വരുമെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ, വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സൈനിക സഖ്യമായ നാറ്റോയുടെ ത്രിദിന ഉച്ചകോടി വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച ആരംഭിച്ചിരുന്നു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനാണ് നാറ്റോയുടെ 75ാം വാർഷികം US പ്രസിഡന്റ് ജോ ബൈഡൻ സംഘടിപ്പിച്ചത്. 35 രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുത്തത്. യുക്രൈനുമായുള്ള യുദ്ധം നിർത്തിവയ്ക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിലവിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പോരാട്ടം നടക്കുന്ന മേഖലകളിൽ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുമുള്ള വെടിനിർത്തലിലാണ് പുടിൻ തയ്യാറാകുന്നതെന്ന് റഷ്യൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പുടിൻ മുന്നറിയിപ്പ് നൽകിയത് വലിയ ആശങ്കയുണ്ടാക്കി. തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി 5ാം തവണയും റഷ്യൻ പ്രസിഡന്റാകുമെന്ന് ഉറപ്പായതിന് പിന്നാലെയായിരുന്നു ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി പുടിൻ രംഗത്തെത്തിയത്. റഷ്യയും US നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യവും തമ്മിലുള്ള സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിനടുത്താണ്. എന്നാൽ യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ലെന്നുമായിരുന്നു പുടിൻ്റെ പ്രസ്താവന. യുക്രൈനിൽ നാറ്റോ സൈനികരുടെ സാന്നിധ്യമുണ്ടെന്നും ഇംഗ്ലീഷും ഫ്രഞ്ചും സംസാരിക്കുന്നവരെ റഷ്യ യുക്രൈനിൽ നിന്ന് പിടികൂടിയെന്നും പുടിൻ ആരോപിച്ചിരുന്നു. യുക്രൈനിലെ യുദ്ധത്തെ വഷളാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഫ്രാൻസ് സമാധാനത്തിനായി പരിശ്രമിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു. റഷ്യൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് റഷ്യൻ അതിർത്തികളിൽ യുക്രൈൻ ആക്രമണം കടുപ്പിച്ചിരുന്നു.